ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാനായിട്ട് ഒരു വോക്ക് അടുപ്പത്ത് വെച്ച് അതിനകത്ത് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് സവോളയും പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ട പച്ചക്കറികൾ വേറെ എക്സ്ട്രാ ഉള്ളത് ബ്രൊക്കോളി ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് 2 ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 3 കളേഴ്സ് പെപ്പേഴ്സ്, സെലറി. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ക്യാരറ്റും ബ്രൊക്കോളിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി വെജിറ്റബിൾസ് നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ബ്രൊക്കോളിയും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കതിന് കുറച്ച് നേരം ഒരു ബ്രൊക്കോളിയൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പം വേകും. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് സമയം അതിനെ മൂടി വെച്ച് നമുക്കതിനെ ഒന്ന് വേവിക്കാം. ഒരു 2 മിനിറ്റ്സ് മതി. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ അടുപ്പത്ത് ഇതിനാവശ്യത്തിനുള്ള റൈസ് നിങ്ങൾക്കറിയാം 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഡബിൾ വാട്ടറിൽ അത് വെള്ളവും ഉപ്പിൽ അത് സ്ട്രെയിൻ ചെയ്ത് റൈസും ഇട്ട് വേവിക്കുക. ഇനിയാണ് ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടുന്നത്. അതിന് നമ്മൾ ഈ വേവിച്ച പച്ചക്കറി ഒന്ന് നടുക്കുന്ന ആ ചീനച്ചട്ടിയുടെ നടുക്കുന്നൊന്ന് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് 2 മുട്ട മുഴുവനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് ആ വെജിറ്റബിൾസും ആ മുട്ടയും കൂടെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ വെജിറ്റബിൾസിലൊക്കെ ആ മുട്ടയുടെ ഫ്ലേവറും ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. മുട്ട വേവാനായിട്ട് ജസ്റ്റ് 1 മിനിറ്റ് പോലും വേണ്ട. അതൊന്ന് ഒരു ജ്യൂസി ടൈപ്പിൽ തന്നെ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കുറേശ്ശെ നമുക്കിട്ട് ആഡ് ചെയ്ത് പതുക്കെ ഇനി ഫോൾഡ് ചെയ്യണം. ഒത്തിരി ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കരുത്. പതുക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പം റൈസും വെജിറ്റബിൾസും ഒക്കെ ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എന്നാലും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ടോസ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല എഗ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. വീട്ടിലിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഫൈനലായിട്ട് അതിന് പച്ചച്ചവ കിട്ടണം. അതിൻ്റെ സെലറിയും 3 കളർ ക്യാപ്സിക്കമാണ്. ഞാൻ കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് 3 കളർ ക്യാപ്സിക്കം ആഡ് ചെയ്തു. അതല്ലെങ്കിൽ പച്ച ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് മാത്രം ആഡ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. അതായിട്ട് അപ്പോൾ തന്നെ അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു ചില്ലി ബീഫിൻ്റെ കൂടെയാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പി അത് വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കണേ.